ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ എമ്പുരാൻ എന്ന സിനിമയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഒരു നല്ലൊരു സിനിമ, ഒരു നല്ല ഹൈപ്പോടെ വന്ന സിനിമ, നല്ല ഉയരങ്ങളിലെത്തേണ്ട സിനിമ, നല്ല ശരിക്കും ഒരുപാട് രാജ്യങ്ങൾ ഏറ്റെടുത്ത സിനിമ, ഒരുപാട് സംസ്ഥാനങ്ങൾ ഏറ്റെടുത്ത സിനിമ. എന്ത് പറയാനാ, നമ്മുടെ മലയാളികൾക്ക് ഇതിനൊന്നും ഒരു ഭാഗ്യമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ നമ്മുടെ മലയാളികൾക്ക് ശരിക്കും ഒരു അസൂയ, കുശുമ്പ്, ഒരാൾ നന്നാവുന്നത് ഇഷ്ടമില്ല എന്നൊക്കെ തന്നെയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മലയാളികൾ ഒരുപാട് സ്ഥലങ്ങളിൽ അറിയപ്പെടേണ്ട ഒരു സിനിമയാണ്. അതിന് ഒരു തുടക്കം മുതൽ ചെന്ന് കണ്ട് ആ സെക്കൻഡ് മുതൽ അങ്ങോട്ട് ഡിഗ്രേഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. അത് കൊള്ളൂല, ഇത് കൊള്ളൂല, മറ്റത് കൊള്ളൂല, മറിച്ചത് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇതാക്കി അവസാനം എന്തായി? ഇപ്പം അവസാനം ആ സിനിമയെ മുറിച്ച് മാറ്റുക. ഒരു എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ഒരു സിനിമ എടുക്കുക, അതിന്റെ ഷോട്ടുകൾ എടുക്കാൻ എത്ര കോടി രൂപ മുടക്കിയ ആണ് ഈ സിനിമ എടുത്തിട്ടുള്ളതെന്ന് അറിയാമല്ലോ. അപ്പൊ അത്രയും രൂപ മുടക്കി എത്രയും ദിവസത്തെ കഠിന അധ്വാനമാണ് ഈ മുറിച്ച് കളയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കുക. അവരിപ്പം എടുത്തിങ്ങനെ തീരുമാനം, ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോഴേ അവരുടെ ജാതിയും മതവും പിന്നെ അതുപോലെ രാഷ്ട്രീയവും ഒക്കെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയാണ് എനിക്ക് തോന്നുന്നു അതവിടെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയാണ് അങ്ങനെ ഇപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റാനുള്ള അവരങ്ങനെ എടുക്കുകയാണ്. കാരണം അവർക്ക് സിനിമ എന്തായാലും ഇത്രയും കോടി രൂപ മുടക്കിയ ഒരു സിനിമയാണ്. അവർക്ക് നഷ്ടം വന്നാൽ അവരുടെ കുടുംബമാണ് എഴുതിയിട്ട്. പലരും പറയുന്നത് ഇത്രയുള്ള ധൈര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക? അവര് ഈ കോടിക്കണക്കിന് രൂപ കടം വന്ന് മരിച്ചു പോണോ? എന്തായാലും അവരുടെ സിനിമ വിജയിക്കണ്ടേ? പലരും പറയുന്നു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഇത് ഇത്രയും ധൈര്യമുള്ളോ? പൃഥ്വിരാജിന് ഇത്രയും ധൈര്യമുള്ളോ? പൃഥ്വിരാജിന് ഇത്രയും ധൈര്യമുള്ളെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് ഒരു ക്യാഷ്, നമ്മളെ കാശ് കൊടുത്ത് എടുത്ത സാധനമല്ലേ, എടുത്ത സാധനമാണ്. അപ്പൊ ഇത്രയും കാശ് ഞാൻ തിരിച്ചു വരണ്ടേ? തിരിച്ചു വന്നതിന് ശേഷമാണെങ്കിൽ നമുക്ക് പറയാം. പൈസ മുടക്കണമെന്നല്ലേ അതിന്റെ വിഷമം അറിയാമല്ലോ. പക്ഷെ ഇതിപ്പം ചെയ്തത് വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയായിട്ട് തന്നെ. ഇപ്പൊ അങ്ങനെ മോഹൻലാൽ തന്നെ ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുകയാണ്. മോഹൻലാലിനൊക്കെ നല്ല ചീത്തവിളിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കേണൽ പദവി എടുത്ത് കളയണം, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് പെറ്റീഷൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേച്ച്. അങ്ങനെ പിന്നെ അവർക്ക് സമ്മർദ്ദം അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നിക്കാണും. എന്തായാലും അത് വെട്ടിമാറ്റാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക. 26 മിനിറ്റോ കണ്ട വെട്ടിമാറ്റിയ എത്ര 18 കട്ടാണ്, 18 പോയിന്റുകൾ, ഒരു പേര് വരെ കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ ഇരിക്കുന്ന എന്തായിരുന്നാലും വളരെ കഷ്ടമായി പോയി. ഒരു നമ്മളെ ലോകമെമ്പാടും അറിയേണ്ട ഒരു സിനിമ ഇത്രയും ഇതാക്കി വികൃതമാക്കി കളയുകയൊക്കെ ചെയ്ത. നാലിക നിങ്ങളൊക്കെ എന്നെ ചിന്തിക്കുക. വേറെ എത്രയോ മലയാള തമിഴ് സിനിമകൾ പല കേസുകളിലൂടെ വരണം, അന്നൊന്നും ഒരു വിവാദമില്ല. നമ്മളെ മലയാള സിനിമ വന്നപ്പോൾ മാത്രം ഒരു വിവാദത്തിലേക്ക് കൊണ്ട് തള്ളി നീക്കിയ നമ്മുടെ കേരളത്തിലെ കുറച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ സിനിമയെ കാണാതെ ഒന്ന് അതിൻ്റെതായ ഇതിലെടുക്കാത്ത കുറെ മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഷ്ടമാണ്. എന്തു തന്നെ ആയിരുന്നാലും മോഹൻലാൽ അത് പറഞ്ഞ് ക്ഷമയൊക്കെ ചോദിച്ചിരിക്കുന്നത്, ക്ഷമാപണം ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം മാത്രമല്ല, എല്ലാവരെയും കൂടെ ചേർന്നാണ്. അദ്ദേഹത്തിനെ ഒഴിവാക്കണമെന്നൊക്കെ പറയുന്നില്ല. അദ്ദേഹം അറിഞ്ഞില്ല, പൃഥ്വിരാജ് ചതിച്ചതാണ്, മറ്റൊരു ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാണ് ഓരോരുത്തര് ഇത് പോസ്റ്റുകളിലിടുകയും പിന്നെ അതിലെ നടീനടന്മാർ ഞങ്ങൾക്ക് ആർക്കും ഇതിലൊരു രക്തത്തിലൊരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ വന്ന് വീഴുന്ന സമയത്താണ് മോഹൻലാലിന്റെ പോസ്റ്റ്. ഇതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഈ ടീം കംപ്ലീറ്റ് ചേർന്ന് ഒരു തീരുമാനം എടുത്തു, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാമെന്ന്. എന്നിട്ട് അത് റിലീസ്, അതുവരെ ഇപ്പം ഇരിക്കുന്നു. അപ്പൊ ഇനിയിപ്പം നാളെ മറ്റന്നാളോ എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ചയായിരിക്കും. തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച, വ്യാഴാഴ്ചക്കുള്ളിൽ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റുമായിരിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി ഈ
കട്ട് ചെയ്ത ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. അതിനു മുമ്പ് ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം ശരിക്കും എല്ലാവർക്കും. അപ്പൊ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും ഒരു സംരംഭം, വളരെ വലിയൊരു സംരംഭത്തെ നമ്മളെ കൊണ്ട് കഴിയാത്ത, നമ്മളെ കൊണ്ട് ആർക്കും ഒരു 10 പൈസയുടെ ഉപകാരമില്ല. പക്ഷെ ഉപകാരപ്പെടുന്ന ആൾക്കാരെ തടയാതിരിക്കുക. ഒരു ബിസിനസ് ആയാലും ഏതൊരു കാര്യമായാലും അവിടെ ചെന്ന് ഇടങ്കോലിടാൻ പോകാതിരിക്കുക. കാരണം ഇത് 10 പേർക്ക് ജോലി കിട്ടുന്ന ഒരു ഏർപ്പാടാണെങ്കിൽ അവിടെ അങ്ങോട്ട് പോകാതിരിക്കുക. കാരണം എന്തെന്നറിയോ, അവരുടെ എത്ര കുടുംബങ്ങളാണ്. നമുക്കൊരു തെറ്റ്, വേറൊരു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒന്നും തെറ്റാണ്, വേറെ ഒന്നും ഇല്ലല്ലോ ഇതിൽ. ഇത് ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നത്തെ തലമുറയാണ് ഈ സിനിമ കാണുന്നത്. ആ തലമുറയ്ക്ക് അറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പൊ അത് ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. എന്ത് തന്നെയായിരുന്നാലും കട്ടിങ് ഇപ്പൊ നടന്നിരിക്കുകയാണ്. ഒരു അപേക്ഷ കൊടുത്തു, കട്ടിങ് ഇപ്പൊ നടക്കും. എന്ന് മോഹൻലാലും പിന്നെ ഒരു ക്ഷീണം തന്നെ. കാരണം ഈ ഇത്രയും ആൾക്കാർ തെറി പറയുന്നത് കേൾക്കുമ്പോൾ മോഹൻലാലായാലും പൃഥ്വിരാജനായാലും ഒരു വിഷമങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും. പിന്നെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പേര്. താങ്ക് യു വെരി മച്ച്.